ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ റോജ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിൽ എന്തൊക്കെയാണെന്നറിയോ പറഞ്ഞുതരാം. എല്ലാവരുടെയും ഫാമിലിയോടുകൂടെ, അതായത് എല്ലാവരും എന്ന് പറയുമ്പോൾ ആരാ, എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ബെസ്റ്റ് ബഡീസ് എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഫാമിലി എല്ലാവരും കൂടെ ആയിട്ട് കോഴിക്കോട് നിന്ന് വയനാട് പോകുന്ന ഒരു കുറച്ച് വിഷ്വൽസും വീഡിയോസും ഒക്കെയാണ്. അപ്പോൾ ഇതാണ്ടേ, ഇതൊക്കെയാണ് വീഡിയോ. ഇതിൻ്റെ പാട്ട് ഇതിനകത്ത് ഞാൻ ആദ്യം അപ്ലോഡ് ചെയ്തിരുന്നു. അത് പെട്ടെന്ന് തന്നെ ഞാൻ ഡിലീറ്റാക്കി. പാട്ടൊക്കെ ഉണ്ടായിട്ട് കോപ്പിറൈറ്റ് കാണിച്ചതുകൊണ്ട് എന്തിനാണ് നമ്മളൊരു സീൻ ഉണ്ടാക്കുന്നത് നമ്മുടെ ചാനലിൽ. വലിയ സബ്സ്ക്രൈബേഴ്സൊന്നും ഇല്ലെങ്കിലും നമുക്കത് സീനാക്കണ്ട എന്ന് വെച്ചിട്ട് ഞാനത് ഡിലീറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ ചെയ്യുകയാണേ. കുഞ്ഞുങ്ങളെല്ലാവരും കൂടെ ആയിട്ട് ഒരു ആദ്യത്തെ ട്രിപ്പായിരുന്നു ഇത്. ഭയങ്കര രസമായിരുന്നു. അവരുടെ സന്തോഷവും അതുപോലെ തന്നെ നമുക്ക് പേരൻസിന് ഉണ്ടാകുന്നൊരു സന്തോഷമൊക്കെ ഉണ്ടല്ലോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഒന്നോ രണ്ടോ വർഷമായിട്ടുള്ള ഫ്രണ്ട്സ് അല്ല, ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്ന ഫ്രണ്ട്സ്. ഒരു 7 വർഷം, നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാറില്ലേ, 7 വർഷത്തിന് മേലൊക്കെയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഭയങ്കര അത് ഫ്രണ്ട്സ് അല്ല, അത് കുടുംബമാണ് എന്നൊക്കെ തള്ളുന്നില്ല അധികം. എനിവേ, ഇത് നമ്മൾ അത്രയും ഒരു വർഷങ്ങളായിട്ടുള്ളൊരു സൗഹൃദമാണ്. എല്ലാവരും കല്യാണമൊക്കെ കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയി. അപ്പം എനിക്ക് പക്ഷേ ഈ ഇവൻ മുമ്പിൽ നിൽക്കുന്നില്ലേ, അവനാണ് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജിത്ത്. അവൻ വഴി, ബാക്കി എല്ലാവരും നല്ല ഫ്രണ്ട്സൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം അവൻ വഴിയാണ് ഇവന്മാരെ ബാക്കി എല്ലാവരെയും കിട്ടുന്നത്. അഭിയേട്ടനും അഖിലേട്ടന് അബീനെയും ബാക്കി എല്ലാവരെയും അങ്ങനെ പരിചയപ്പെടുന്ന അവൻ ത്രൂ ആണ്. തുള്ളുന്നാണ്ടില്ലേ, ഇവൻ തന്നെ. പിന്നെന്താ, അങ്ങനെ പിള്ളേർ തമ്മിലുള്ള ഒരു ഷെയറിങ് കെയറിങ്, നമ്മൾ സ്കൂളിൽ ഇവരെങ്ങനെയാണ് കെയറിങ്ങും ഷെയറിങ്ങും നമ്മൾ കാണുന്നില്ലല്ലോ. പക്ഷേ ഈ കുട്ടികളെല്ലാം കൂടെ ഒത്തുകൂടുമ്പോൾ ഉണ്ടായേക്കുന്ന അവരുടെ ആ ഒരു വൈബ്, അവരുടെ എൻജോയ്മെൻറ്റ്, സീരിയസ്ലി ഐ റിയലി എൻജോയ്ഡ്. ഭയങ്കര മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കുറേ വിഷ്വൽസ് ആയിരുന്നു അതൊക്കെ കേട്ടോ. പിന്നെ അവനപ്പോൾ എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ വീഡിയോ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ പോയിട്ട് എല്ലാവരെയും കാണിക്കരുത്, നാറ്റിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത്. എനിവേ, അതൊന്നും ഞാൻ കാര്യമാക്കില്ലല്ലോ. പിന്നെ അവൻ്റെ വണ്ടി കണ്ടോ, ഭയങ്കര രസമല്ലേ കാണാൻ, മൊത്തവും വെട്ടവും വെളിച്ചമൊക്കെ ആയിട്ട്, മിന്നലും ഇടിമിന്നലും പോലെ കുറേ വെട്ടവും. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ പോവുകയാണ് കേട്ടോ. വയനാട്ടിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ അകത്തിരുന്ന് കുറേ പേര് കഴിപ്പും കുടിപ്പും അങ്ങനെയൊക്കെ ആയിട്ട് പോന്നു. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ എന്നല്ല, അതും നമ്മുടെ ഫ്രണ്ടാണ് കേട്ടോ. അപ്പം അവൻ ഒരു പ്രലോഭനങ്ങളിലും വീഴാതെ അവിടെ ഇരിക്കുകയാണ്, നല്ല കുട്ടിയായിട്ട്. പിന്നെ എന്നതാ പറയാൻ, ബാക്കി എല്ലാവരും എൻജോയ് ചെയ്ത് ചില്ലടിച്ചിരിക്കുന്നു. കുട്ടികളൊരു സൈഡിൽ, നമ്മളെല്ലാവരും വൈബായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇത് കേട്ട് ബോറടിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനിടയ്ക്കൂടെ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് പോകാൻ. ഞാൻ ആരെയും പിടിച്ചു നിർത്തി ഈ വീഡിയോ കാണിക്കില്ല. എന്നെ സ്നേഹിക്കുന്നവരും എന്നെ അറിയുന്നവരും ഇത് കേൾക്കുമ്പോൾ ഇഷ്ടം തോന്നുന്നവരും ഒക്കെ കണ്ടോളൂ കേട്ടോ. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോറടിച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അത് നിർത്തിയിട്ട് പോകണമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാണ്. മറ്റാർക്കും ഒരു വിഷമവും തോന്നരുത്. അങ്ങനെ നമ്മളിങ്ങനെ, എന്നോട് അവരിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. ഞാനും ജാസ്മിനും നമ്മൾ പത്തനാപുരം അടൂർ ആ ഒരു സൈഡൊക്കെ ആണല്ലോ. അപ്പോൾ ഇവർ കോഴിക്കോടുകാരാണ് ബാക്കി എല്ലാവരും. അപ്പോൾ അവർക്ക് സ്ഥിരം പോക്കാണ് ഈ ചുരം കയറുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം വണ്ടിയും ഒക്കെ ഉള്ള ആൾക്കാരായതുകൊണ്ട് വണ്ടി കൊണ്ടൊക്കെ പോകുന്നതുകൊണ്ട് അവർക്ക് സ്ഥിരമാണ്. പക്ഷെ നമുക്കങ്ങനെ അല്ലല്ലോ. സോ നമുക്കതൊരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരുന്നു എന്ന് തന്നെ പറയണം. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്ലേസാണ് വയനാട്. നമുക്കത്ര എൻജോയ് ചെയ്യാനും കണ്ണിന് കുളിർമയേകുന്ന ഒരുപാട് കാഴ്ചകൾ. അതുപോലെ ഏറ്റവും എനിക്ക് ഭയങ്കര ഇഷ്ടം അവിടുത്തെ മനുഷ്യരെ. ഇതിന് മുമ്പ് ഒരിക്കലും ഞാൻ വയനാട്ടിൽ പോകുമ്പോൾ എൻ്റെ പൊന്നെ ഒന്നും പറയാനില്ല, എത്ര നല്ല മനുഷ്യരാണെന്നറിയോ. എനിക്കിതിപ്പോൾ ഒരു വോയിസ് ഓവർ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് ആരോടൊക്കെയോ പറയുന്ന രീതിയിൽ അങ്ങ് പറയാം കേട്ടോ. അതുകൊണ്ടാണ് എൻ്റെ വോയിസ് ഒന്നും കേട്ട് ആരും കളിയാക്കലുണ്ട. അതായത് അന്ന് എനിക്ക് തോന്നുന്നു കോളേജൊക്കെ കഴിഞ്ഞ് നമ്മൾ ജോലിക്കൊക്കെ കയറി കഴിയുമ്പോൾ ഞാനും എൻ്റെ കൂടെ ചേച്ചി ഉണ്ടായി. ഞങ്ങൾ രണ്ടും കൂടെ വയനാട് പോയപ്പം അവിടുത്തെ മനുഷ്യരുടെയൊക്കെ സ്നേഹം ഒന്നും പറയാനില്ല. അവർ ഭയങ്കര കെയറിങ്ങാണ്. എന്ത് വേണം, ഏത് വേണം, അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലുള്ളവർ പറഞ്ഞു തരുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു അന്ന് ഞാൻ വീട്ടിൽ പോയിട്ട് പറയുകയും ചെയ്തു മമ്മിയോട് പപ്പയോടൊക്കെ, നല്ല മനുഷ്യർ, എത്ര നല്ല മനുഷ്യരാണെന്നുള്ളത്. അങ്ങനെ നമ്മൾ ഇതാണ്ട് വയനാടിൻ്റെ ഒരു എൻട്രൻസ് ഒക്കെ കാണുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ അതിലിരുന്ന് പോകുന്നുണ്ട്. പക്ഷെ എന്തോ ചെയ്യാനാണ്, കഴിഞ്ഞ വീഡിയോയ്ക്കകത്തായിരുന്നെങ്കിൽ എല്ലാം കേൾക്കാമായിരുന്നു. പക്ഷെ അത് കോപ്പിറൈറ്റ് വന്നു. പിന്നെ അതുകൊണ്ട് അങ്ങ് മാറ്റിയത്. ഇത് കണ്ടോ കുട്ടികളെക്കാളും കഷ്ടമായിട്ടാണ് മുതിർന്നവരുടെ കളി, അപ്പന്മാരുടെ കളി. ഇത് കണ്ടില്ലേ കാണിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കൂടെ ലക്കി ഓടിച്ചെല്ലുന്നുണ്ട് അവൾക്ക് കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾ തന്ത വൈബല്ല എന്ന് കാണിക്കുന്ന രീതിയിലാണ് പ്രകടനങ്ങൾ. അങ്ങനെ ഇതാണ് നമ്മളെടുത്ത റിസോർട്ട് കേട്ടോ. അതൊരു അടിപൊളി വ്യൂ ഉള്ള, നമ്മുടെ ഒരു പ്രൈവറ്റായിട്ട് നമുക്കെല്ലാവർക്കും മാത്രം, നമ്മുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ഉള്ളൊരു ഫുള്ളായിട്ട് എടുത്തേക്കുന്ന ഒരു റിസോർട്ടായിരുന്നു.
നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടൊരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കിട്ടുന്ന ടൈപ്പിലൊരു റിസോർട്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മുടേതായ ഒരു പ്രൈവറ്റ് പൂളും കാര്യങ്ങളുമൊക്കെ. അങ്ങനെ നൈറ്റ് നമ്മൾ എന്താ പറയുക, ചിക്കനൊക്കെ കഴിച്ച് ഫുഡൊക്കെ കഴിച്ച് കിടന്നുറങ്ങി രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉള്ളൊരു ഒരു സീനറിയാണ് ഇത്. എനിക്ക് തോന്നുന്നു എല്ലാവരും എഴുന്നേറ്റപ്പോൾ 8-9 മണി ആയപ്പോഴാണ് ഈ കാണുന്നത്. അതുവരെയൊക്കെ കിടന്ന് എല്ലാവരും ഉറങ്ങി. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പൂളിൽ പോയി. ലക്കിമോള് കാണിക്കുന്ന കണ്ടോ, അപ്പനെ പിടിച്ച് വെള്ളത്തിലിട്ട് ഉരുട്ടുന്ന പരിപാടികളാണ് കാണുന്നത്. എല്ലാവരും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അത്രയും കെയർഫുള്ളായിട്ടായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കണമല്ലോ അവർക്കൊന്നും വരാതെ. പിന്നെ വെള്ളത്തിനകത്ത് കാണുമ്പോഴത്തേക്ക് പിള്ളേർ പറയണ്ടല്ലോ. അതൊക്കെ ഊരി കളഞ്ഞു. മമ്മി എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഞാൻ വഴക്കൊക്കെ പറഞ്ഞ് വീണ്ടും തലയെ വാരി വെച്ച് കൊടുക്കുന്നുണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ പൂള് പരിപാടികളൊക്കെ ശരിക്കും അവർ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരും നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും എൻജോയ് ചെയ്യുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ കുട്ടികളുമായിട്ടും അവർക്ക് ഒരു നല്ല ക്വാളിറ്റി ടൈം അവരുടെ കൂടെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഒരു അടിപൊളി ഒന്നും പറയാൻ ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിച്ചില്ല ഇങ്ങനെ കുട്ടികളൊക്കെ ആയിട്ടുള്ള ഒരു ട്രിപ്പ് ഇത്ര ഭംഗിയായിട്ട് പോകുന്നുള്ളത്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ അവിടുത്തെ കുറേ സീനറികളൊക്കെ കാണാനൊക്കെ ആയിട്ട് പോയി. അവിടെ വാട്ടർഫോൾസിലും പിന്നെ അതുവഴിയൊക്കെ പിള്ളേരെയും കൊണ്ടൊക്കെ നടക്കുന്നത്. ഇതൊക്കെ നോക്ക്, അബി കുട്ടീനെയും കൊണ്ട് പോവുകയാണ്. ഞാൻ അപ്പോൾ പറയുന്നുണ്ട് അബി ആ കുഞ്ഞിനെ നടത്തിപ്പിക്കാതെ എടുക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തേയിലത്തോട്ടമൊക്കെ കണ്ടപ്പോഴത്തേക്ക് നിർത്തി. അപ്പോഴത്തേക്ക് ഓരോരുത്തർക്ക് ഇരുന്നെടുക്കണം, കിടന്നെടുക്കണം, ചാടിയെടുക്കണം, തുള്ളിച്ചാടണം, ഡാൻസ് കളിക്കണം അതിൻ്റെ ഇടയ്ക്കൂടെ. അങ്ങനെയൊക്കെ ഓരോരോ മോഹങ്ങളുമായിട്ട് ഓരോരുത്തർ വന്നു. പക്ഷെ അതിനെല്ലാം ഞാൻ ഏറ്റവും ഭയങ്കര സപ്പോർട്ടീവായിട്ട് അവിടെ കണ്ടത്, കണ്ടോ ഇതൊക്കെ കണ്ടോ നിങ്ങൾ, ഞാൻ ഇതൊക്കെ ക്രോപ്പ് ചെയ്തിട്ടേക്കാണ്. പിന്നെ ഇത് കണ്ടോ, കുട്ടികളെക്കാളും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികളെക്കാളും മുതിർന്ന അപ്പന്മാർക്കാണ് ഇവിടെ ഈ വക കാര്യങ്ങളിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ്. എനിക്ക് പിന്നെ അതിനെ തിരിക്കാൻ പറ്റില്ല. ഞാനെങ്ങാനും ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ അത് മൊത്തത്തിൽ ഒടിഞ്ഞ് തകർന്നു പോകും. പിന്നെ എന്നെ തന്നെ ഞാൻ തന്നെ അങ്ങ് ട്രോൾ ചെയ്തതാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുമ്പോൾ അവിടെ കുറേ പെൺകുട്ടികളെ കണ്ടപ്പോൾ അവൻ പറയുന്നുണ്ടായിരുന്നു, അഞ്ചിത്ത് ഇവിടെ നമുക്കൊന്ന് ഇറങ്ങിയാലോ. അപ്പോൾ അത് ഞാൻ തങ്കുവിനോടൊന്ന് വീണ്ടും ഒന്ന് വിളിച്ച് കാണിച്ച് കേൾപ്പിച്ചൊക്കെ കൊടുത്തിട്ട് ഡേ ശ്രദ്ധിച്ചോളാനൊക്കെ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോയി എനിക്ക് തോന്നുന്നു എവിടെയോ ഒരു തട്ടുകടയൊക്കെ എത്തിയപ്പോഴത്തേക്ക് ഇവന്മാർ പുറത്തിറങ്ങിപ്പോയി. ഞാൻ ഇറങ്ങില്ല, ടയേർഡായതുകൊണ്ട്. ഇവർ പുറത്തിറങ്ങിപ്പോയി. കാടമുട്ട തിന്നതിനൊരു കണക്കില്ല. എത്ര 10-60 കാടമുട്ടയൊക്കെയാണ് കഴിച്ച് തീർത്തത്. എനിക്കും തങ്കുവിനും കൊണ്ടു തന്നു. ഞാൻ തങ്കും വണ്ടി ഇരിക്കുകയായിരുന്നു, ഞങ്ങൾക്കും കൊണ്ടു തന്നു, കഴിച്ചു. അതൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റിയില്ല, ടയേർഡായിപ്പോയി. ഇത് പിന്നെ നമ്മളെല്ലാ പരിപാടിയും കഴിഞ്ഞ് അതിൻ്റെ നെക്സ്റ്റ് ഡേ വന്ദേ ഭാരതിന് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്നൊരു പരിപാടിയാണ്. അതിനിടയ്ക്കൂടെ സർബത്തും മേടിച്ച് കുടിച്ചു കേട്ടോ. ഇത് പിന്നെ നമ്മുടെ വന്ദേ ഭാരത് ഒരു രക്ഷയില്ല എൻ്റെ പൊന്നു മക്കളെ. കാരണം ഭയങ്കര രസം. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഞാനിവിടെ നിന്ന് കേൾക്കുമ്പോഴേ ഈ വന്ദേ ഭാരതിൻ്റെ സ്റ്റാർട്ടിങ് മുതലേ എനിക്കൊരു ആഗ്രഹമുണ്ട് നാട്ടിൽ വരുമ്പം പോകണം, കയറണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു, നല്ല എക്സ്പീരിയൻസ്. തുടക്കത്തിൽ തന്നെ ഒരു സ്നാക്ക് കൊണ്ടു തന്നു, ഒരു കേക്ക്, ഒരു ചെറിയൊരു പീസ് ഓഫ് കേക്ക്, പിന്നെ കാഷ്നട്ട്, ബിസ്ക്കറ്റ്, പിന്നെ വേറെ എന്തൊക്കെയോ അതിൻ്റെ കൂടെ ടിഷ്യൂ, അങ്ങനെ കുറേ സംഭവം. അത് കഴിഞ്ഞിട്ട് സൂപ്പ് കൊണ്ട് തന്നായിരുന്നു കേട്ടോ. സൂപ്പും ബ്രെഡും ബട്ടറും ഉണ്ടോ ഇല്ല, സൂപ്പ് കൊണ്ട് തന്നു. അത് കഴിഞ്ഞിട്ട് ബ്രെഡും ബട്ടറും പിന്നെ മെയിൻ മീൽസും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയാണ് ഈ കാണുന്നത്. മെയിൻ മീൽസ് ആണെങ്കിലും വളരെ നന്നായിരുന്നു. നമുക്കങ്ങനെ കുറ്റം പറയാനൊന്നുമില്ലായിരുന്നു കേട്ടോ. നല്ലൊരു മീൽസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ നാട്ടിലത്തെ ഈ സിസ്റ്റമൊക്കെ ഭയങ്കര ഇമ്പ്രൂവ് ആവുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. നമ്മൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്ന് ഇതൊക്കെ കണ്ടാലും നമുക്ക് സന്തോഷമാണ്. കാരണം നമ്മുടെ നാടിൻ്റെ ഓരോരോ നല്ല കാര്യങ്ങളും നല്ല വശങ്ങളും നല്ലതെന്ന് തന്നെ പറയണമല്ലോ, അല്ലേ? സോറി, പെണ്ണിരുന്ന് കാണിക്കുന്ന കണ്ടോ. അങ്ങനെ വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ കാണിക്കുന്ന ഓരോരോ പരിപാടികളാണ്. അങ്ങനെ നമ്മുടെ ഈ വീഡിയോ കണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇതൊന്നും പറഞ്ഞ വലിയ ശീലമില്ല, ക്ഷമിക്കുക. അപ്പോൾ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നന്മകൾ ഉണ്ടാവട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.